ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ബലിതർപ്പണത്തിനായി ആയിരങ്ങളെ വരവേറ്റ് പാവനാശം തീരം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. വാർത്ത വിശദമായി. ദോഷങ്ങളിൽ വലുതെന്ന് കണക്കാക്കുന്ന പിതൃദോഷം അകറ്റാനും പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കാനുമാണ് ബലി അർപ്പിക്കുന്നതെന്നാണ് വിശ്വാസം. ദക്ഷിണായനം പിതൃക്കൾക്കും ഉത്തരായനം ദേവന്മാർക്കുമുള്ളതാണെന്ന് ശാസ്ത്രം. കറുത്ത പക്ഷത്തിൽ പിതൃക്കൾ ഉണരുന്നു. ഭൂമിയിലെ ഒരു മാസം അവർക്ക് ഒരു ദിവസമാകുന്നു. ഇങ്ങനെ 12 മാസം 12 ദിവസമാണ്. 12 ദിവസത്തിലൊരിക്കൽ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന അവരുടെ ബന്ധുജനങ്ങൾ പിതൃക്കൾക്ക് അന്നം എത്തിച്ചു കൊടുക്കണം. ഇതാണ് വാവുബലി. കർക്കിടക വാവുബലി ഇടുന്നത് കൊണ്ട് ആണ്ടുബലി ഇടാതിരിക്കാനാവില്ല. വാവുബലി മുടക്കുന്നവരോട് പിതൃക്കൾ കോപിക്കുന്നു എന്നാണ് വിശ്വാസം. മരിച്ചുപോയ പിതൃക്കൾക്കായി ചെയ്യുന്നൊരു കർമ്മമാണ് തർപ്പണം. അരി, പൂവ്, ജലം, എള്ള് തുടങ്ങിയവയാണ് തർപ്പണം ചെയ്യുക. തർപ്പണം ഒരുവന്റെ 3 തലമുറയിലെ പിതൃക്കൾക്ക്, അതായത് പിതാവ്, മാതാവ്, മുത്തശ്ശൻ, മുത്തശ്ശി, അവരുടെ ഭാര്യമാരോടൊപ്പവും പിന്നെ മാതൃപിതാവിനും മുത്തശ്ശനും മുതുമുത്തച്ഛനും മാത്രമേ ചെയ്യുകയുള്ളൂ. തൻ്റെ പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്തി മടങ്ങിപ്പോവുകയാണ് എല്ലാവരും ചെയ്യുന്നത്. എന്നാൽ പിതൃ നമസ്കാരവും ചെയ്ത് ക്ഷേത്രത്തിൽ തിലഹോമ പൂജയും ചെയ്തതിനു ശേഷം മാത്രമേ ബലിതർപ്പണം പൂർത്തിയാവുകയുള്ളൂ. ഇത് പലർക്കും അറിയില്ല. കനത്ത മഴയെ തുടർന്ന് ആരും കടലിൽ ഇറങ്ങരുത് എന്ന അറിയിപ്പ് വകവയ്ക്കാതെ തൻ്റെ പിതൃക്കളുടെ ബലിതർപ്പണം പൂർത്തിയാക്കാൻ കടലിൽ മുങ്ങി കുളിച്ചേ മതിയാകൂ എന്ന വാശിയോടെ കടലിൽ ഇറങ്ങിയവരുടെ മേൽ തിരമാലകൾ ആഞ്ഞടിച്ചു. ചെയ്ത കർമ്മങ്ങൾ തൃപ്തിയായതുകൊണ്ടോ പിതൃക്കളുടെ അനുഗ്രഹം കൊണ്ട് ആർക്കും ജീവഹാനി സംഭവിച്ചില്ല. ബലിയിടാൻ വന്നവരുടെ ബലിച്ചടങ്ങുകൾ അടുത്ത വർഷം ഈ സമയം ബന്ധുക്കൾ നടത്തുമായിരുന്നു.